നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി സുശീല കാർക്കി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. നേപ്പാൾ പാർലമെന്റ് പിരിച്ചുവിടാനുള്ള സാധ്യതയുമുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, ജൻസി പ്രക്ഷോഭത്തിൽ ജൻസി മുന്നോട്ട് വെച്ചിട്ടുള്ള പേരാണ്, വ്യക്തിയാണ് സുശീല കാർക്കി. സുശീല കാർക്കി തന്നെ ഇടക്കാല പ്രധാനമന്ത്രിയായി വരുമോ? സത്യപ്രതിജ്ഞ എപ്പോഴുണ്ടാകാനാണ് സാധ്യത? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ ഈ പ്രശ്നം ഏതാണ്ട് താൽക്കാലികമായി പരിഹരിച്ചിരിക്കുന്നു എന്ന് വേണം പറയേണ്ടത്. നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി സുശീല കാർക്കി ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം. നേപ്പാൾ സമയം 8:45, അതായത് ഇന്ത്യൻ സമയം 8:30 നേപ്പാൾ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ സൈന്യവും അതുപോലെ തന്നെ നേപ്പാൾ പ്രസിഡന്റ് രാമചന്ദ്ര പൊടാളും അതുപോലെ ഈ ജൻസി പ്രക്ഷോഭകരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഈ പാർലമെന്റ് പിരിച്ചുവിടണമെന്ന ജൻസിയുടെ ആവശ്യം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ പാർലമെന്റ് പിരിച്ചുവിടുന്നതിന് രാഷ്ട്രപതി ശക്തമായി എതിർത്തിരുന്നു, നേപ്പാൾ രാഷ്ട്രപതി ശക്തമായി എതിർത്തിരുന്നു. പക്ഷേ തങ്ങളുടെ നിലപാടിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ജൻസി പ്രക്ഷോഭകർ അറിയിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഇപ്പോൾ പാർലമെന്റ് പിരിച്ചുവിടാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നേപ്പാൾ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയിൽ നടക്കുന്നതായിരിക്കും. വളരെ ലളിതമായ സത്യപ്രതിജ്ഞാ ചടങ്ങായിരിക്കും നടക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതായിരിക്കും. നേപ്പാൾ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസാണ് ഈ സുശീല കാർക്കി. അതിനു പുറമെ ഇന്ത്യയുമായി അടുത്ത ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ്. കാരണം അവരുടെ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഘട്ടം നടന്നിരുന്നത് ഉത്തർപ്രദേശിലെ ബനാറസ് ഹിന്ദു സർവകലാശാലയിലാണ്. അവിടെയാണ് അവർ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായി പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടുന്നത്. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു ന്യായാധിപയായിരുന്നു സുശീല കാർക്കി. അതുകൊണ്ട് തന്നെ ജൻസികൾ ഏറ്റവും അധികം ആവശ്യപ്പെട്ടിരുന്നത് സുശീല കാർക്കിയെ നേപ്പാളിന്റെ പ്രധാനമന്ത്രി ആക്കണമെന്നായിരുന്നു. ആ ആവശ്യം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാഠ്മണ്ഡുവിൽ നടക്കുന്നതായിരിക്കും.